സ്വന്തം നേട്ടങ്ങളല്ല, കുടുംബത്തിന്റെ നേട്ടമാണ് പ്രധാനം. ഭർത്താവിന്റെ അന്തസ്സിനും അതുവഴി സ്വന്തം അന്തസ്സിനും വേണ്ടി ചങ്കൂറ്റത്തോടെ നിൽക്കാൻ നിനക്ക് പറ്റണം. അങ്ങനെ നിൽക്കും അച്ഛ, ഉറപ്പായിട്ടും അച്ഛൻ്റെ മോള് നിൽക്കും. അറ്റ്ലീസ്റ്റ് ഒരു 2 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എടോ, താൻ പറഞ്ഞ കഥ ശരത്ത് കേട്ടെന്നല്ലേ പറഞ്ഞത്? കേട്ടു കേട്ടു, നല്ല ഉഗ്രം കഥയാ. എങ്കിൽ പിന്നെ നമുക്ക് അത് തന്നെ നോക്കാം. അല്ല, കഥ ഞാനൊന്ന് വേണമെങ്കിൽ പറയാം. ഓ, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. തന്റെ സംസാരം കേട്ടാ തന്നെ അറിയാം കൊള്ളാവുന്ന ഒരുത്തനാണെന്ന്. എന്താ മോളെ, നമുക്കിത് പോരെ? നിങ്ങളൊരു കാര്യം ചെയ്യും, എഴുതിയ സ്ക്രിപ്റ്റ് ശരത്തിന്റെ കയ്യിൽ കൊടുക്ക. ഞങ്ങളൊന്ന് നോക്കിയിട്ട് നമുക്കിത് ഫിക്സ് ചെയ്യാം. മതി മേഡം, അങ്ങനെ തന്നെ മതി. എന്തായാലും എന്നെങ്കിലും ഒരു ദിവസം സുകുമാരി മേഡത്തിന്റെ കൂടെ പ്രോജക്റ്റ് എനിക്ക് ചെയ്യണം. നമ്മൾ കുറെ സിനിമ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അന്തസ്സുള്ളവരുടെ കൂടെ ഒരു സിനിമ ചെയ്താ പോരെ? എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? ആയിക്കോട്ടെ മേഡം, വിരോധമില്ലെങ്കിൽ മേഡത്തിന്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ. അല്ല അതെന്തിനാ? അല്ല, വൈകുന്നേരങ്ങളിൽ നമ്മൾ റൈറ്റർമാരെല്ലാരും ഒന്നിച്ചൊന്ന് കൂടും. അല്ല, എഴുതാൻ വേണ്ടി മാത്രം. അപ്പോ എല്ലാവരെയും ഒന്ന് കാണിച്ചു കൊടുക്കണം. മാഡം ഒരു പ്രൊഡ്യൂസർ ആണെന്ന് അവര് കണ്ട് ഞെട്ടട്ടെ. മാഡം ഒരു മിനിറ്റേ. മാഡം ജസ്റ്റ് ഒന്ന് ചിരിച്ചേ, ചിരിച്ചേ, ചിരിച്ചേ. എന്തൊരു ഐശ്വര്യം ഇതിൽ കാണാൻ. മാഡം നോക്കിയേ. താങ്ക് യു മാഡം. അപ്പൊ പ്രിയങ്ക മാഡം, ചേർത്തേ വാ. ശരി മാഡം, ഓക്കെ. നല്ല പയ്യൻ, എഴുത്തുകാരനെന്നൊക്കെ പറഞ്ഞാ ഇതുപോലെ ആയിരിക്കണം. എന്താ ഒരു വിനയം, എന്താ സംസാരം. അഭിമാനികളായ ആളുകളെ കണ്ട നമുക്ക് തിരിച്ചറിയാം. ആള് കുഴപ്പമില്ലെന്നൊക്കെ എനിക്കും തോന്നി. എന്തായാലും സ്ക്രിപ്റ്റ് ഒന്ന് കൊണ്ടുവരട്ടെ. താൻ അടിച്ചിടൂന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ആ ചാവാലി തള്ളെ കണ്ടാ അറിയാം ഒന്ന് പൂഴ്ത്തി അവര് വീഴുന്ന ടൈപ്പാണെന്ന്. അല്ല പിന്നെ അല്ല, സ്ക്രിപ്റ്റ് ഒരു 3-4 ദിവസം കൊണ്ട് എഴുതി തരാം, താനങ്ങ് പിടിപ്പിച്ചാ മതി. അപ്പം എങ്കിൽ ശരി, ബാക്കി ഞാൻ ഓക്കെ ആയിക്കോളാം. വരുണിനെ സംബന്ധിച്ചിടത്തോളം വിദേശത്തൊക്കെ പോകുന്ന എളുപ്പമായിരിക്കും അല്ലേ മോളെ? വരുൺ അവിടെ ഒരുപാട് ബന്ധങ്ങളുണ്ട് അച്ഛാ, അതുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഒരു കണക്കിന് അത് നന്നായി. നാട്ടിൽ തന്നെ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ അവരുടെ ശത്രുത പിന്നെയും കൂടും. എന്തിനാ വെറുതെ വീണ്ടും വഴക്കും പ്രശ്നമൊക്കെ? മോളെ, നിന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്നാലും അമ്മയ്ക്കൊരു കടമയുണ്ടല്ലോ. ഭർത്താവ് ഒരു പ്രശ്നത്തിൽ ചെന്ന് ചാടുമ്പോ അയാളെ വാക്കുകൊണ്ട് പോലും ബുദ്ധിമുട്ടിക്കില്ലെന്ന് ഭാര്യയ്ക്കൊരു തീരുമാനം വേണം. അവർക്കൊരു താങ്ങാവേണ്ടതും തണലാവേണ്ടതും നമ്മൾ തന്നെയാ. എനിക്കറിയാമേ മോളെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം, ഈ ബന്ധങ്ങളുടെ കാര്യത്തില് മോന്റെ മാനസിക നില കുറച്ച് പ്രശ്നമാണ്. കൂടെയുള്ള ഒരാൾ തളർന്നു വീണാ അയാളത് താങ്ങില്ല. അച്ഛനും അമ്മയും മുത്തശ്ശിയും ഏട്ടനൊക്കെ അകപ്പെട്ടിരിക്കുന്ന അവസ്ഥ വളരെ കടുത്തതാ. ഇപ്പം മോൻ പോയിരിക്കുന്നത് തനിച്ചാണ്. പക്ഷേ ഇനി എങ്ങോട്ട് പോകുമ്പോഴും പരമാവധി മോളും കൂടെ പോവാൻ നോക്കണം. നമുക്കറിയില്ലല്ലോ മോളെ, എപ്പോഴാ ഒരാൾ പൂർണ്ണമായും തകർന്നു പോവാന്ന്. അച്ഛാ, വരുണും ആ വലിയ കുടുംബവും എനിക്കൊരുപാട് സ്നേഹം തന്നിട്ടുണ്ട്, സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്.
അതിന് പകരം ഒന്നും എനിക്ക് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം ഈ സംഭവിച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കാനുള്ള എൻ്റെ അവസരം. വരുണൊരു വീഴ്ച വരാതെ ഞാൻ നോക്കും. വരുണ് പൊരുതാനുള്ള മനസ്സുണ്ടാക്കി കൊടുക്കും. എന്നിട്ട് വരുൺ ഇതൊക്കെ തിരിച്ചു നേരിടുന്നത് വരെ ശ്രമിക്കും. അതാ കുടുംബത്തിനോടുള്ള എൻ്റെ കടപ്പാടാണ്. നന്നായി മോളെ. ഇങ്ങനെയാണ് പെൺകുട്ടികൾ ചിന്തിക്കേണ്ടത്. സ്വന്തം നേട്ടങ്ങളല്ല, കുടുംബത്തിന്റെ നേട്ടമാണ് പ്രധാനം. ഭർത്താവിന്റെ അന്തസ്സിനും അതുവഴി സ്വന്തം അന്തസ്സിനും വേണ്ടി ചങ്കൂറ്റത്തോടെ നിൽക്കാൻ നിനക്ക് പറ്റണം. അത് ഞാൻ നിൽക്കും അച്ഛ. ഉറപ്പായിട്ടും അച്ഛൻ്റെ മോള് നിൽക്കും. ദേവേട്ട, മക്കൾ ഒരുപാട് പേരുണ്ടാവുന്നത് നല്ലത് തന്നെയാ. പക്ഷേ ആ കൂട്ടത്തില് ഇതുപോലെ ഒരുത്തിയും കൂടെ വേണം. എന്നാലേ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ചെറിയച്ച, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സാറാ മാഡത്തിനെ ചെറിയച്ഛന് എങ്ങനെയാ പരിചയം? അല്ല, ഇത്രയും കോടികളെടുത്ത് ചെറിയച്ഛനെ സഹായിക്കണമെങ്കിൽ അത് ചെറിയ ബന്ധമൊന്നും ആയിരിക്കില്ലല്ലോ. കൽപ്പനെ, മുൻപും എനിക്ക് വലിയ വലിയ ഒരുപാട് ആളുകളെ പരിചയമുണ്ടായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടത് വരുണും ഏട്ടനും എന്നെക്കുറിച്ച് മോശം കഥകൾ നാട്ടിൽ പാട്ടാക്കിയതുകൊണ്ടാണ്. പിന്നെ സാറെ എങ്ങനെ പരിചയപ്പെട്ടു, എങ്ങനെ ഇത്രയും ഫ്രണ്ട്ഷിപ്പായി എന്ന് ചോദിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. സാറയോട് അങ്ങനെ ആവാനേ പറ്റൂ. ഇത്രയും നന്നായി നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ടിനെ കാണാൻ പോലും കിട്ടില്ല. വെൽക്കം സാറാ.